ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുത്തു വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് ലോകത്തിൻ്റെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള രക്ഷകൻ നിന്നിൽ ഉരുവാകാൻ പോകുന്നു എന്നതാണ് നിനക്ക് കൃപ ലഭിച്ചു എന്നതിലൂടെ അർത്ഥമാകുന്നത്. ഇത് മറിയ കേൾക്കുമ്പോൾ ദൂതനോട് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ ലോകത്തിൻ്റെ പാപത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കാൻ ദൈവം ഒരു രക്ഷകനെ എൻ്റെ ഉള്ളിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്നുള്ള ആ ദൈവഹിതത്തെ സമ്പൂർണമായി ഏറ്റെടുത്ത് സമർപ്പിച്ചുകൊണ്ട് മറിയ നിൽക്കുന്നു. മറിയ ഗർഭിണിയായിരിക്കുന്നു എന്ന് അവൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ച യോസഫ് പറഞ്ഞിട്ട് രഹസ്യമായി മറിയയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഉടനെ മറിയയ്ക്ക് പ്രത്യക്ഷനായ അതേ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ, യോസഫിന് പ്രത്യക്ഷനാകുന്നു. മറിയയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ആ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കാനുള്ള ദൈവ കുഞ്ഞാട് അവളിലൂടെ പുറത്തു വരണം എന്നുള്ളത് ദൈവനിശ്ചയമാകുന്നു. അതുകൊണ്ട് അവളെ ഏറ്റെടുക്കാൻ, അവളെ സംരക്ഷിക്കാൻ നീ മടിക്കരുത്. ആ ദൂതൻ്റെ വാക്കുകൾ യോസഫും ഏറ്റെടുക്കുന്നു. പിന്നീട് ഹെരോദാവിൻ്റെ വാഴ്ചക്കാലത്ത്, ഹെരോദാവിൻ്റെ പീഡയുടെ കാലത്തും അതിനുശേഷം ക്രൂരമായി പെരുമാറിക്കൊണ്ടിരുന്ന അർക്കലയോസിൻ്റെ കാലത്തും മറിയയെയും ഉദരത്തിലുള്ള യേശു കുഞ്ഞിനെയും സംരക്ഷിച്ചിരുന്നത് യോസഫ് തന്നെയായിരുന്നു. നമ്മുടെ മേലുള്ള നിയോഗം കണ്ടിട്ട്, ദൈവനിയോഗം നമ്മുടെ മേൽ വരുന്നത് കണ്ടിട്ട്, ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ ഉടലെടുക്കാൻ പോകുന്നത് കണ്ടിട്ട് അതിൽ ആശ്ചര്യം പൂണ്ട് നമ്മിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മോട് ഇടപെട്ട അതേ ദൈവശബ്ദം അവരോടും ഇടപെട്ടിട്ട് നമ്മുടെ വാക്തത്വ നിവർത്തീകരണത്തിന് അവരെ നമുക്കൊപ്പം സഹായമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.